ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ നമുക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ആത്മകഥ. ഈ കറൻ്റ്ലി നമ്മുടെ പേപ്പറുകളിൽ വന്നിട്ടുള്ള വ്യക്തികളുടെ ആത്മകഥകളും അതുപോലെ ബുക്കും ഒക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുക്സും ആത്മകഥയും അതിൻ്റെ ഓഥറൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഞാനൊന്ന് വായിക്കാം, ജസ്റ്റ് കേൾക്കുക. ലില്യപ്പ സാറ ജോസഫ്, കുമാരനാശൻ വൈരാഗിയിലെ അനുരാഗി വിഷ്ണു നാരായണൻ നമ്പൂതിരി, യു ടേൺ എ വി അനൂപ്, ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല ബഷീർ ചുങ്കത്തറ, താക്കോൽ ആനന്ദ്, വൈക്കം മുമ്പേ ഋഷിരാജ് സിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കോഡ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കാം. ലില്യപ്പ സാറ ജോസഫ് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ലില്യപ്പ എന്നല്ലേ, അപ്പം ലില്ലിയുടെ അപ്പ സാറാണെന്ന് അറിയിക്കുക. ലില്ലിയുടെ അപ്പ സാറാണ്, ലില്യപ്പ സാറ ജോസഫ്. നെക്സ്റ്റ്, കുമാരനാശൻ വൈരാഗിയിലെ അനുരാഗി. ഈ വൈരാഗം വരുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്ന ആലോചിക്കുക. ഓക്കെ, വൈരാഗം വരുമ്പോൾ ദൈവത്തെയാണ് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പേരെന്താ? വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഓക്കെ, കുമാരനാശൻ വൈരാഗിയിലെ അനുരാഗി വിഷ്ണു നാരായണൻ നമ്പൂതിരി. ദെൻ നെക്സ്റ്റ്, യു ടേൺ എ വി അനൂപ്. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ടേൺ. നമ്മളിപ്പോൾ വഴിയൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കൂലേ, എവിടേക്കാണ് ടേൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കൂലേ. അപ്പോൾ എ വി, ടേൺ എ വി, ടേൺ ചെയ്യുമ്പോൾ എവിടെ ഒരു കണക്ഷൻ വരണം ആ സമയത്ത്. ഓക്കെ, ടേൺ എ വി അനൂപ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ്, ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല. ആരാണ്? ബഷീർ ചുങ്കത്തറയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? പെൺജ്വാല, പെണ്ണ് ജ്വലിക്കുന്നത് എപ്പോഴാണ്? സ്വർണ്ണം ഇടുമ്പോൾ. എന്ത് സ്വർണം? ചുങ്കത്തറയുടെ സ്വർണ്ണം ഇടുമ്പോൾ. ഓക്കെ, പെൺജ്വാല ബഷീർ ചുങ്കത്തറ. പെൺജ്വലിക്കുന്നത് ചുങ്കത്തറയുടെ സ്വർണ്ണം ഇടുമ്പോഴാണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക, ബഷീർ ചുങ്കത്തറ. ഓക്കെ, ദെൻ താക്കോൽ ആനന്ദ്. താക്കോൽ ഇപ്പോൾ കണക്ട് ചെയ്യേണ്ടത്, ഈ താക്കോലൊക്കെ നമ്മുടെ കൈ വന്ന് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. വിചാരിക്കാതെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാലോ ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അന്ന് കണക്ട് ചെയ്യുക, താക്കോൽ ആനന്ദ്. ദെൻ ലാസ്റ്റ് വൺ, വൈക്കം മുമ്പേ ഋഷിരാജ് സിംഗ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? വൈക്കം മുമ്പേ ഋഷി. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, വൈകുന്നേരത്തിന് മുമ്പേ വീട്ടിലെത്തണേ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഋഷിയോടാണ് പറയുന്നത് ആലോചിക്കുക. വൈക്കം മുമ്പേ ഋഷിരാജ് സിംഗ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ലില്യപ്പ, ലില്ലിയുടെ അപ്പൻ സാറാണ് സാറ ജോസഫ്. കുമാരനാശൻ വൈരാഗിയിലെ അനുരാഗി. അങ്ങനെ ഓർക്കാം, വൈരാഗി, അനുരാഗം, വൈരാഗം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഓക്കെ, യു ടേൺ ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിക്കൂലേ. അപ്പോൾ എ വി അനൂപ്, യു ടേൺ എ വി അനൂപ്. ദെൻ ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല. പെണ്ണ് ജ്വലിക്കുന്നത് എപ്പോഴാണ്? സ്വർണ്ണിടുമ്പോൾ. എന്തിൻ്റെ? ചുങ്കത്തറയുടെ സ്വർണ്ണം. അപ്പോൾ ബഷീർ ചുങ്കത്തറ. താക്കോൽ ആനന്ദ്. താക്കോൽ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദമായിരിക്കും, ജസ്റ്റ് കണക്ട് ചെയ്യാനാണ്. താക്കോൽ ആനന്ദ്. ദെൻ വൈക്കം മുമ്പേ ഋഷിരാജ് സിംഗ്. ഓക്കെ, ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഈശ്വര വഴക്കില്ലല്ലോ, സലീം കുമാർ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും, ശ്രീകുമാരൻ തമ്പി. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്, ഗോപിനാഥ് മുതുകാട്. എനിക്ക് എൻ്റെ വഴി, ടി പത്മനാഭൻ. ആത്മാക്കളുടെ ഭവനം, ആർ നന്ദകുമാർ. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് പറയാണ്, ജസ്റ്റ് കേൾക്കുക. ഈശ്വര വഴക്കില്ലല്ലോ, സലീം കുമാർ. അത് ജസ്റ്റ് നമുക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഒരു കൊമേഡിയൻ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നില്ലേ, ഈശ്വര വഴക്കില്ലല്ലോ, അത് സലീം കുമാർ. അത് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, അതിനൊക്കെ പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വൺ, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും, ശ്രീകുമാരൻ തമ്പി. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുക? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. മായാവർണ്ണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പൂക്കാലം ആലോചിച്ചൂടെ, ഒരു വർണ്ണശബളമായിട്ടുള്ള ഒരു കാലം, മായാവർണ്ണങ്ങളും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കുറേ തുമ്പികളൊക്കെ ഉണ്ട് അല്ലേ, തുമ്പിയുമായിട്ട് കണക്ട് ചെയ്യുക. മായാവർണ്ണങ്ങളും തുമ്പി കണക്ട് ചെയ്യുക. അപ്പോൾ തുമ്പി തമ്പി, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. ആരെഴുതിയതാണ്? മായാവർണ്ണങ്ങളിൽ നിന്ന് കണക്ട് ചെയ്യുക, ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ്, മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്, ഗോപിനാഥൻ മുതുകാട്. ഇത് മാജിക്കൽ എന്ന് പറയുമ്പോൾ മാജിക് ഗോപിനാഥൻ മുതുകാടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. ദെൻ എനിക്ക് എൻ്റെ വഴി, ടി പത്മനാഭൻ. ഇതെങ്ങനെ കണക്ട് ചെയ്യുക? ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് എൻ്റെ വഴി. നമ്മൾ ടീ കുടിക്കുന്ന സമയത്ത് നമ്മൾ എനിക്ക് എൻ്റെ വഴിയിലെ ഡയലോഗൊക്കെ പറയുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ടീ കുടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ വഴിയിലെ ഡയലോഗ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് എനിക്ക് എൻ്റെ വഴി, ടി പത്മനാഭൻ. ഓക്കെ, ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്.
അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കോഡുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, ആത്മാക്കളുടെ ഭവനം ആർ നന്ദകുമാർ. ആത്മാക്കളുടെ ഭവനം ആർ നന്ദകുമാർ. അത് എങ്ങനെ കണക്ട് ചെയ്യാം? ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ആത്മാക്കളല്ലേ, അപ്പോൾ 6 ആത്മാക്കളുണ്ടെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ആത്മാക്കൾ 6 എണ്ണമുണ്ട്. ആർ നന്ദകുമാർ 6 ആത്മാക്കളുണ്ടെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈശ്വര വഴക്കില്ലല്ലോ സലീം കുമാർ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. മായാവർണ്ണങ്ങൾ വരുമ്പം അല്ലേ ഒരു പൂക്കാലം തുമ്പിയുണ്ട്. തുമ്പി തമ്പി ശ്രീകുമാരൻ തമ്പി. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറി മാജിക് ഗോപിനാഥ് മുതുകാട്. എനിക്ക് എൻ്റെ വഴി ടീ കുടിച്ചുകൊണ്ടാണ് എനിക്ക് എൻ്റെ വഴി എന്ന് പറയുന്നത്. ടി പത്മനാഭൻ. ദെൻ ആത്മാക്കളുടെ ഭവനത്തിൽ എത്ര ആത്മാക്കളുണ്ട്? 6 ആത്മാക്കൾ. ഓക്കെ ഓക്കെ. സ്ത്രീനം. സ്ത്രീനം ആരാ എഴുതിയത്? കോട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രീനം. സ്ത്രീനല്ല സ്ത്രൈനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആലോചിക്കാം? ശിവരാമൻ അല്ലേ, രാമൻ്റെ കൂടെ എന്തായാലും ആരുണ്ടാവും? സീതയും ഉണ്ടാവും അല്ലേ. അപ്പോൾ സീത, സ ത, 2 അക്ഷരം മാത്രം എടുക്കുക. സ ത, ഇവിടെ സ ത എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ചെറിയൊരു കണക്ഷനാണ്. നെക്സ്റ്റ് ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ്. അതെങ്ങനെ ആലോചിക്കാം? ധ്വനിപ്രയാണം അല്ലേ. അപ്പോൾ പ്രയാണം എന്ന് പറയുമ്പം ഡോറയുടെ പ്രയാണം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം ഇവിടെ ലീലയുടെ പ്രയാണം എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ധ്വനിപ്രയാണം ലീലയുടെ പ്രയാണമാണെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതായത് ഡോക്ടർ എം ലീലാവതി. ഓക്കെ. നെക്സ്റ്റ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടേതാണ് ആത്മകഥ. അത് ഓൾറെഡി ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് കെ ശൈലജ ടീച്ചർ. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് കെ ശൈലജ ടീച്ചർ. നെക്സ്റ്റ് കനൽ വഴികളിലൂടെ സി ദിവാകരൻ. അതെങ്ങനെ ആലോചിക്കാം? കനൽ വഴികളിലൂടെ സി ദിവാകരൻ അല്ലെ. കനലും ദിവാകരനും കണക്ട് ചെയ്തൂടെ? ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മറ്റൊരു പദമാണ്. ദിവാകരൻ എന്നും പറയും സൂര്യനെ. അപ്പോൾ സൂര്യൻ, കനൽ ഭയങ്കര ചൂടാണ് ഇല്ലേ, കനലാണ്. കനൽ വഴികളിലൂടെ സി ദിവാകരൻ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ആത്മവിശ്വാസം TS കല്യാണരാമൻ. ഓക്കെ, ഇതിന് ഞാൻ കൊടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ കല്യാണരാമനല്ലേ. അപ്പോൾ കല്യാണരാമന് ഭയങ്കര ആത്മവിശ്വാസമാണ്. നമ്മുടെ സിനിമയിലെ കല്യാണരാമൻ ദിലീപിനൊന്ന് കണക്ട് ചെയ്യുക. അതായത് കല്യാണരാമന് ടീ ഉണ്ടാക്കാൻ പോലും ഭയങ്കര ആത്മവിശ്വാസമാണെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് TS കല്യാണരാമൻ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ആത്മവിശ്വാസം TS കല്യാണരാമൻ. നെക്സ്റ്റ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന. ആരാണ്? ആരുടെ ആത്മകഥയാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ഓക്കെ, അതിപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്നതല്ലേ. അപ്പോൾ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്നാല് ഇതിൽ ഓർമ്മകൾ എടുക്കാം. അപ്പോൾ ആരുടെ ഓർമ്മകളാണ്? യേശുവിൻ്റെ ഓർമ്മയാണെന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക. ഓക്കെ, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന ആരാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ഓർമ്മകൾ ആരുടേതാണ്? യേശുവിൻ്റേതാണ്. കണക്ഷനാണ്, ചെറിയൊരു കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. സ്ത്രീനമല്ല സ്ത്രൈനമാണ്. സ്ത്രൈനം കോട്ടക്കൽ ശിവരാമൻ, രാമനും സീതയും, ജസ്റ്റ് അങ്ങനെ ആലോചിക്കുക. ദെൻ രണ്ടാമത്തേത് ധ്വനിപ്രയാണം. ആരുടെ പ്രയാണമാണ്? ലീലയുടെ പ്രയാണം അല്ലേ, ഡോക്ടർ എം ലീലാവതി. കാലം സാക്ഷി ഉമ്മൻചാണ്ടി. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് കെ ശൈലജ ടീച്ചർ. കനൽ വഴിയിലൂടെ അല്ലേ, ആരുടെ കനൽ? സൂര്യൻ്റെ അല്ലേ, സൂര്യൻ ദിവാകരൻ സി ദിവാകരൻ. ഓക്കെ. നെക്സ്റ്റ് ആത്മവിശ്വാസം TS കല്യാണരാമൻ. കല്യാണരാമന് ടീ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസമാണെന്ന് ആലോചിക്കുക. ലാസ്റ്റ് വൺ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന അല്ലേ. ഓർമ്മകൾ ആരുടെ ഓർമ്മയാണ്? യേശുദാസൻ. യേശുവിൻ്റെ ഓർമ്മയാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനിയും നടക്കാം VKC മുഹമ്മദ് കോയ. അപ്പം അതെങ്ങനെ കണക്ട് ചെയ്യാം? ഇനിയും നടക്കാം, നടക്കുന്നത് VKCയുടെ ചപ്പലിട്ടിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. VKC. ഓക്കെ, നടക്കാം, ഇനിയും നടക്കാം VKC മുഹമ്മദ് കോയ. നെക്സ്റ്റ് അതിജീവനം ഡോക്ടർ വിശ്വാസ് മേത്ത. ഓക്കെ, നമുക്ക് വിശ്വാസം ഉണ്ടാവില്ലേ, നമ്മൾ അതിജീവിക്കും അല്ലെ. കോവിഡൊക്കെ വരുന്ന സമയത്ത്, ഫ്ലഡ് വന്ന സമയത്തൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഇതിൽ നിന്ന് അതിജീവിക്കും. അപ്പോൾ ജസ്റ്റ് അതുമായിട്ട് കണക്ട് ചെയ്യുക. അതിജീവനം വിശ്വാസ് മേത്ത, വിശ്വാസം വിശ്വാസ് മേത്ത. ദെൻ ആത്മകഥ KM മാണി. ആത്മകഥ KM മാണി. ഫോർവേഡ് ശാരദ PR. ഇത് രണ്ടിൻ്റെ കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ ഞാൻ പറയാം കേട്ടോ. ആത്മകഥ KM മാണി. ഫോർവേഡ് ശാരദ PR. നെക്സ്റ്റ് സ്പ്രെഡിങ് ജോയ് ആലോക്കസ്. കണക്ഷൻ അതിൽ തന്നെയുണ്ട്, ജോയി ആലോക്കസ്. ഓക്കെ, സ്പ്രെഡിങ് ജോയ് ആലോക്കസ്. നെക്സ്റ്റ് ഞാൻ സാക്ഷി KK അബ്ദുൾ ഗഫാർ. ഞാൻ സാക്ഷി KK അബ്ദുൾ ഗഫാർ. ഇതിപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ
സാക്ഷി എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ ഇപ്പോൾ കോടതിയിലൊക്കെ സാക്ഷിയൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ദൂരത്തുനിന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ, ദൂരത്തുനിന്ന് ഫാർ എന്ന് കണ്ട സാധനമായിരിക്കുമല്ലോ നമ്മൾ സാക്ഷിയായിട്ട് പറയുക അല്ലേ. അപ്പോൾ ജസ്റ്റ് അതുമായിട്ട് കണക്ട് ചെയ്യുക. ഒന്നുകിൽ ഞാൻ സാക്ഷി KK അബ്ദുൽ ഗഫാർ, ഫാർ ദൂരം, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഗഫൂർ ക ദോസ്ത് ഇല്ലേ, എന്താ പറയുക, കിലുക്കൻ സിനിമയിൽ പിന്നെ നമ്മുടെ കുഞ്ചാക്ക ബോബനും അതുപോലെ സലീം കുമാറും ഊട്ടിയിലെത്തിയിട്ട് അവിടുന്ന് ഗഫൂർ ഖാനെ കാണുന്നില്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗഫൂർ ഖാ സാക്ഷി കണ്ടു എന്നുള്ളൊരു കണക്ഷനിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ട്രിക്കാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഞാൻ സാക്ഷി KK അബ്ദുൽ ഗഫാർ. ഓക്കെ, നെക്സ്റ്റ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്താണ്, ഡോക്ടർ ജേക്കബ് തോമസ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ ജേക്കബ് എന്ന് പറയുന്നത് നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ളത്, ജേക്കബ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിൽ ഗ്രാഹികൾ എന്നുള്ള ഭാഗത്തിൽ പാമ്പിൻ്റെ ഗ്രാഹി നിലയിൽ ജേക്കബ് സൺസ് ഓർഗൺ നമ്മൾ പഠിക്കുന്നുണ്ട്. പാമ്പിൻ്റെ ഗ്രാഹി ജേക്കബ് സൺസ് ഓർഗൺ. അപ്പോൾ എനിക്ക് ഈ ജേക്കബ് എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പാമ്പായിട്ടായിരിക്കും എൻ്റെ മനസ്സിൽ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മുതലേ ട്രിക്കൊക്കെ പറയുന്ന സമയത്ത് ജേക്കബ് എന്ന് കണ്ട അവിടെ പാമ്പ് എന്നായിരിക്കും മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് സ്രാവുകൾക്കൊപ്പം നീന്തുന്നത് ഒരു പാമ്പാണ്, ജേക്കബ് പാമ്പാണെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ ജേക്കബ്, ഈ ബയോളജിയിൽ ഗ്രാഹികൾ അറിയുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാൻ പറ്റും, ഇതും മനസ്സിലാക്കാൻ പറ്റും. സ്രാവുകൾക്കൊപ്പം നീന്തുന്നത് ഒരു പാമ്പാണ്, അപ്പോൾ പാമ്പ് ജേക്കബ്, ഡോക്ടർ ജേക്കബ് തോമസ്, അങ്ങനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് കഥ ഇതുവരെ ബാബു പോൾ ഡി. കഥ ഇതുവരെ ഏതുവരെയാണ്, പോൾ വരെയാണെന്ന് കണക്ട് ചെയ്യുക. കഥ ഇതുവരെ ഏതുവരെയാണ്, പോൾ വരെയാണെന്ന് കണക്ട് ചെയ്യുക. കഥ ഇതുവരെ ബാബു പോൾ ഡി. ഒന്നും കൂടി വായിക്കാം. ഇനിയും നടക്കാം VKC മുഹമ്മദ് കോയ അല്ലേ, നടക്കുന്നത് VKC ചെരുപ്പെട്ടിട്ട്. ജീവനം അതിജീവിക്കുന്നുള്ളത് വിശ്വാസമാണ്, ഡോക്ടർ വിശ്വാസ് മേത്ത. ആത്മകഥ KM മാണി. ഫോർവേഡ് ശാരദ PR. സ്പ്രെഡിങ് ജോയ് ആലുക്കാസ്. ഞാൻ സാക്ഷി. എന്തിനാണ് സാക്ഷി? ഗഫൂർ ഖാ അല്ലെങ്കിൽ ഫാർ എന്നാണ് സാക്ഷി. സ്രാവുകൾക്കൊപ്പം നീന്തുന്നത് ഒരു പാമ്പാണ്, ജേക്കബ് തോമസ്. കഥ ഇതുവരെ എന്താണ്, കഥ ഇതുവരെ ഏതുവരെയാണ്, പോൾ വരെയാണ്. ഓക്കെ, മേലെ പറഞ്ഞിട്ടുള്ള കുറച്ച് ബുക്കുകൾ തന്നെയാണിത്. വൈക്കം മുമ്പേ നമ്മൾ എന്താ പഠിച്ചാൽ, വൈക്കം മുമ്പേ ഋഷി നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞില്ല, ഋഷി രാജസിംഗ് IPS വൈക്കം മുമ്പേ. then ഈശ്വര വഴക്കില്ലല്ലോ, ആരാണ്, സലീം കുമാർ. കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ, ഇത് ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ നമ്മുടെ ട്രിക്കിലൂടെയും കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടും പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലില്ലിയപ്പ സാറ ജോസഫാണ് അല്ലേ, കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ, ലില്ലിയുടെ അപ്പൻ സാറ് എന്ന് പറഞ്ഞ കണക്ഷൻ ഓർമ്മയുണ്ടല്ലോ, സാറ ജോസഫ്. ദെൻ ധ്വനി പ്രയാണമാരുടെ പ്രയാണമാണ്, ലീലയുടെ പ്രയാണമാണ് ലീലാവതി. ദെൻ കറുപ്പം വെളുപ്പും മായാവർണ്ണങ്ങളും വെക്കുമ്പോൾ തമ്പി അല്ലേ, ശ്രീകുമാരൻ തമ്പി എന്ന് ഓർമ്മിക്കുക. ദെൻ അതിജീവനം നമ്മളൊരു വിശ്വാസമാണല്ലോ, അതിജീവനം വിശ്വാസ് മേത്ത, ഡോക്ടർ വിശ്വാസ് മേത്ത. ദെൻ ലാസ്റ്റ് വൺ സ്ത്രൈണം, ഇതാണ് ഞാൻ മുകളിൽ പറഞ്ഞത്, സ്ത്രൈണം. ഓക്കെ, ദെൻ കോട്ടയ്ക്കൽ ശിവരാമൻ, രാമൻ്റെ കൂടെ ആരുണ്ടാവും, സീത ഉണ്ടാവില്ലേ, അപ്പോൾ സീത സ്ത്രൈണം. ഇത് സ്ത്രൈണം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.